സംസ്ഥാനത്ത് ചില സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന ഇടമാണ് പാലക്കാട്. പാലക്കാടിൽ CPM-ൽ വിമതരുടെ നീക്കമുണ്ട്. PK ശശി ഉയർത്തുന്ന മറ്റു വിവാദമുണ്ട്. കോൺഗ്രസിലും ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, PK ശശി സ്വീകരിക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ നിലപാട് എന്ത് എന്നത് ഏറെ സങ്കീർണതകൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. അതിൻ്റെ ഒരു ആകാംക്ഷയും നിലനിൽക്കുകയും ചെയ്യുകയാണ്. KTDC ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ ദിവസം രാജിവെച്ചു ശശി. പക്ഷേ ഇതുവരെ CPM-നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. താനൊരു ഇടതുപക്ഷക്കാരനാണ്, CPM അംഗമാണ്. ഇതാണ് അദ്ദേഹം ഇതുവരെ പറഞ്ഞ കാര്യം. പക്ഷേ PK ശശിയുടെ ആലോചനകൾ ഗൗരവമുള്ളതാണ്. ഒന്ന്, UDF-മായി ചേർന്ന് പോകാനുള്ള ഒരു നീക്കം അദ്ദേഹം നടത്തുന്നു എന്നതാണ്. ഇതിന് ഇടനില വഹിക്കുന്നതാവട്ടെ മുസ്ലിം ലീഗ് നേതൃത്വമാണ്. PK ശശിയെ ഒപ്പം ചേർക്കുന്നത് വെല്ലുവിളി ഉയർത്തുമോ എന്നൊരു പ്രശ്നം കോൺഗ്രസിനെയും വെല്ലുവിളിയിലാക്കുന്നുണ്ട് എന്നൊരു വാസ്തവമുണ്ട്. പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കണം ഈ നീക്കം. എന്തായാലും ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച CPM നേതാവ് ശശിയുടെ തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ത് എന്നതാണ് പ്രസക്തമായ കാര്യം. ശശി പാർട്ടി വിടുമോ അതോ CPM ശശിയെ പുറത്താക്കുമോ? ഇനി UDF-ന്റെ ഭാഗമാകുമോ എന്ന ചോദ്യത്തിനും കൂടി ഉത്തരമുണ്ടാവേണ്ടതുണ്ട്. പാലക്കാട് CPM അസംതൃപ്തർ കൺവെൻഷൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ചന്ദ്രനഗറിലെ ശ്രീ പാർവതി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കൺവെൻഷൻ. കൊഴിഞ്ഞാമ്പാറയിലെ പാർട്ടി വിട്ട് UDF-മായി സഹകരിച്ച് പ്രവർത്തിച്ച മുൻ CPM നേതാക്കളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കൺവെൻഷനിലേക്ക് PK ശശിയെ കൂടി എത്തിക്കാനാണ് നീക്കം. അപ്പോൾ അതിൻ്റെ ഒരു വഴി അങ്ങനെയും തന്നെ നമുക്ക് കരുതണം. അതായത് പാർട്ടിയിലെ വിമത വിഭാഗവുമായി PK ശശി ചേർന്ന് പോകുന്നു. നേരത്തെ PK ശശി തന്നെയാണ് ഇവർക്ക് എല്ലാ തരത്തിലുള്ള പിന്തുണയും കൊടുക്കുന്നത് എന്നതുകൂടി നേരത്തെ ഉയർന്നു വന്ന ഒരു ആക്ഷേപമാണ്. എന്തായാലും PK ശശിയെ ഈ വേദിയിലെത്തിക്കുക, അതുവഴി UDF-ലേക്കുള്ള വഴി ഇതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ UDF അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു വിസ്മയം PK ശശി ആകുമോ അടുത്തത് എന്നതുകൂടിയാണ് കണ്ടറിയേണ്ടത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. അനീഷ്, PK ശശിയുടെ രാഷ്ട്രീയ നീക്കം എന്ത് എന്നത് അത് ഇതുവരെയും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. PK ശശി CPM-നെ തള്ളിപ്പറഞ്ഞിട്ടില്ല. താൻ ഇപ്പോഴും CPM അംഗമെന്ന് പറയുന്നു. പക്ഷേ ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ശശിയുടെ നീക്കം ഗൗരവത്തോടെ കാണുകയാണ് CPM-ഉം. എന്താണ് പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്? PK ശശി UDF-ലെത്തുമോ? സജിത്ത്, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പാലക്കാട്ടെ CPM രാഷ്ട്രീയത്തെ അങ്ങേയറ്റം ആശങ്കാകുലമാക്കുന്ന അല്ലെങ്കിൽ അതിനുള്ളിൽ പുകഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ് PK ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് വിമത സ്ഥാനാർത്ഥികളെന്ന രീതിയിൽ കുറച്ച് പേർ രംഗത്തെത്തുകയും അവർക്ക് ഈ PK ശശിയുടെ ഒരു ആശീർവാദം ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴെല്ലാം ഒരു ചോദ്യം വരുന്നു, പാർട്ടി വിട്ട് എപ്പോൾ PK ശശി പുറത്തേക്ക് ഇറങ്ങും എന്നത് സംബന്ധിച്ച്. പക്ഷേ അപ്പോഴൊന്നും ഒരു വ്യക്തമായ ഉത്തരം നൽകിയില്ല. പലപ്പോഴും പുളിയമ്പകൾ ചെയ്ത് PK ശശിയും CPM-ന്റെ നേതാക്കളുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഒരു തീരുമാനം ആവുന്നില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ നീങ്ങിയത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് നാടകീയമായി KTDC ചെയർമാൻ സ്ഥാനം PK ശശി രാജിവെക്കുന്ന ഒരു നടപടി ഉണ്ടായത്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹം പാർട്ടി വിടും എന്നൊരു അഭ്യൂഹത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അദ്ദേഹം നായാടിപ്പാറയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ യോഗങ്ങളിലൊന്നും പങ്കെടുക്കുന്നില്ല എന്ന് ഏരിയ സെക്രട്ടറി തന്നെ ഇന്നലെ വിശദീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒപ്പം പാർട്ടി പരിപാടികളിലൊന്നും കുറച്ച് നാളുകളായി PK ശശി പങ്കെടുക്കുന്നുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തേക്ക് വരും എന്നൊരു അഭ്യൂഹം തന്നെയാണ് ഇന്ന്. UDF-നൊപ്പം സഹകരിക്കുമെന്ന വിവരങ്ങളും പുറത്തു വന്നു. പക്ഷേ നേരിട്ട് കോൺഗ്രസുമായി സഹകരിക്കുന്ന ഒരു നിലപാടിലേക്ക് PK ശശി നീങ്ങില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ കഴിയുന്നത്. മറിച്ച് വടകരയിലെ RMP മോഡൽ ഒരു കൂട്ടായ്മ, അത്തരം ഒരു കൂട്ടായ്മ രൂപീകരിച്ച ശേഷം അത് UDF-ലേക്ക് വരിക എന്നൊരു തന്ത്രം തന്നെയാവും ആവിഷ്കരിക്കുക. കൊഴിഞ്ഞാമ്പാറയിലെ CPM വിമതരായ ആളുകളുടെ ഒരു കൺവെൻഷൻ 5-ന് പാലക്കാട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ കൺവെൻഷനിലേക്ക് ശശി എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി നിൽക്കുന്നത്. വിമതരായ നേതാക്കൾ ശശിയെ ബന്ധപ്പെടുകയും അദ്ദേഹം എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നാടകീയമായ ഈ കൺവെൻഷനിലെ പ്രവേശനത്തിലൂടെയാവും PK ശശി ഈ ഇടത് ചേരി വിട്ട് അല്ലെങ്കിൽ CPM-മായുള്ള പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ച് മറുചേരിയിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ ഇപ്പോഴും മനസ്സ് തുറന്ന് PK ശശി കാര്യങ്ങൾ പുറത്തു പറയുന്നില്ല. താൻ മാർക്സിസ്റ്റാണ്, ഇടത് ചിന്താഗതിയുള്ള ആളാണ്, മറുവശത്തുള്ള ആളുകളുമായി സഹകരിക്കുമോ എന്ന കാര്യം എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നതൊക്കെയാണ് പറയുന്നത്. ഇന്നലെ CPM-ന്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. പക്ഷേ ആ യോഗത്തിലും കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രണ്ട് കാര്യം പാർട്ടിക്ക് മുമ്പിൽ ഇന്നലെ വന്നിരുന്നു. ഒന്ന്, അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചതാണ്. പാർട്ടി നിർദ്ദേശിച്ച അല്ലെങ്കിൽ പാർട്ടിയുടെ ആവശ്യപ്രകാരം ഏറ്റെടുത്തൊരു സ്ഥാനം രാജിവെക്കുമ്പോൾ അത് പാർട്ടിയുമായി ആശയവിനിമയം നടത്തണം എന്നുള്ളതൊരു പ്രാഥമിക പാർട്ടി തത്വമാണ്. പക്ഷേ ഈ തത്വം ശശി ലംഘിച്ചു.
പാർട്ടിയുമായി ചർച്ച നടത്താതെയാണ് അല്ലെങ്കിൽ ആശയവിനിമയം നടത്താതെയാണ് ഈ സ്ഥാനം രാജിവെച്ചത്. മറ്റൊന്ന്, ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നില്ല, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട ജാഥയിൽ പോലും അദ്ദേഹം പങ്കെടുക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇക്കാര്യങ്ങളിൽ ഒരു വിശദീകരണം തേടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു രക്തസാക്ഷി പരിവേഷം ശശിക്ക് നൽകാൻ പാർട്ടി ഇപ്പോഴും തയ്യാറല്ല. കാരണം പാർട്ടിയായി തന്നെ പുറത്താക്കിയാൽ അത് പുറത്താക്കപ്പെട്ട ആൾ എന്ന രീതിയിൽ ശശി മുന്നോട്ട് പോകും. അതുകൊണ്ട് ശശി തന്നെ ഈ അസ്വാരസ്യങ്ങൾക്കപ്പുറം പാർട്ടി ബന്ധം വിച്ഛേദിച്ച് പുറത്തേക്ക് പോകട്ടെ എന്ന ഒരു നിലപാടിലേക്ക് CPM എത്തുന്നു. ഒരുപക്ഷെ ശശി വിചാരിച്ചിരിക്കുന്നത് ഇത്തരം നടപടികളുടെ ഭാഗമായി പാർട്ടി തന്നെ പുറത്താക്കിയാൽ താൻ കുറച്ചുകൂടി സ്വതന്ത്രമായേനെ എന്നൊരു ചിന്താഗതി അദ്ദേഹത്തിനും ഉണ്ടാകും. പക്ഷേ രണ്ടു കൂട്ടരും ആരാദ്യം പിരിയും എന്ന രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UDF ആവട്ടെ സ്ഥിതിഗതികൾ പൂർണ്ണമായി വിലയിരുത്തി വരുന്നു. മുസ്ലിം ലീഗാണ് പൂർണ്ണമായും അദ്ദേഹത്തെ ഈ ഇടതുബന്ധം വിച്ഛേദിച്ച് UDFിലേക്ക് എത്താനുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത്. അവരിപ്പോഴും കൃത്യമായൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. അവരുടെ കൃത്യമായൊരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. എന്തായാലും മാർച്ച് 5 നടക്കുന്ന കൺവെൻഷനിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അന്ന് കൺവെൻഷനിൽ CPM വിമുഖരോടൊപ്പം അദ്ദേഹം പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എത്തുമോ എന്ന് തന്നെയാണ് പാലക്കാട്ടെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സജിത്ത്. യെസ്, എന്തായാലും ശശി ഇപ്പോഴും സസ്പെൻസ് ഇടുന്നു എന്നതാണ് സാഹചര്യം. അനീഷ്, ഒന്ന് തുടരുക. PK ശശിക്കെതിരെ CPMന്റെ സംഘടനാ രീതി അനുസരിച്ച് നടപടിയെടുക്കാനുള്ള വീഴ്ചകൾ അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഉദാഹരണം, ബ്രാഞ്ചിൻ്റെ ഭാഗമാണ് അദ്ദേഹം, ബ്രാഞ്ച് അംഗമാണ്. പക്ഷേ അദ്ദേഹം ഇതുവരെ അതിൽ ബ്രാഞ്ച് യോഗങ്ങളിലൊന്നും പങ്കെടുക്കുകയോ അതിൻ്റെ തുടർച്ചയായി വിട്ടുനിൽക്കുകയാണ്. സ്വാഭാവികമായും സംഘടനാ നടപടി CPMൽ സാധാരണ രീതിയിൽ സാധ്യമാവുന്ന കാര്യമാണ്. പക്ഷേ അതിൽ വളരെ കരുതലാണ് CPM നേതൃത്വം കൂടി. കാരണം ശശിയെ പുറത്താക്കുന്നില്ല, മറിച്ച് ഒരു രക്തസാക്ഷി പരിവേഷം നൽകേണ്ടതില്ല എന്നതാണ്. PK ശശിയും ഈ രാഷ്ട്രീയ സാഹചര്യത്തെ പരമാവധി ഉപയോഗപ്പെടുത്തി എന്നതാണ് വസ്തുത. കാരണം KTDC ചെയർമാൻ സ്ഥാനത്ത് ഇങ്ങനെ പാർട്ടിയുമായി പിണങ്ങി ഇങ്ങനെ തുടർന്നു വരികയാണ്. ഇതാ ഇപ്പോൾ ഒടുവിൽ സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പായി ആ സ്ഥാനം ഒഴിയുന്നു എന്നതാണ്. ഇനിയൊരു രാഷ്ട്രീയ നീക്കം എന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നതാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് പുതിയൊരു രാഷ്ട്രീയ ചേരി സ്വീകരിക്കുന്ന നേതാക്കൾ പൊതുവിൽ ഈ സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. കാരണം എന്നാൽ മാത്രമേ അതിനൊരു തങ്ങളുടെ മാറ്റത്തിന് ഒരു പരമാവധി ഒരു എക്സ്പോഷർ കിട്ടൂ എന്നൊരു തിരിച്ചറിവാവാം ഒരു പക്ഷേ അത്തരം നീക്കത്തിന് കാരണം. അതുകൊണ്ട് PK ശശി അവസാന ഘട്ടം വരെ പറയുന്നു താൻ മാർക്സിസ്റ്റാണ് എന്ന് പറയുന്നു, CPM അംഗമാണെന്ന് പറയുന്നു. ഒടുവിൽ അദ്ദേഹം പുതിയ നീക്കം പ്രഖ്യാപിക്കുന്നു. അനീഷ് അവസാനം സൂചിപ്പിച്ചതുപോലെ ആ വിമതരുടെ വേദിയാണ് ഈ നിർണായക പ്രഖ്യാപനത്തിൻ്റെ ഇടമാകാൻ പോകുന്നത് എന്ന് വേണം നിലവിലെ സൂചനകളിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ. അങ്ങനെയെങ്കിൽ മാർച്ച് 5 ഒരു സുപ്രധാന ദിനമാണ്. ആരാണ് ഇനി PK ശശി എന്ന കാര്യം കൂടി ഒന്ന് പരിശോധിച്ച് പോകാം. PK ശശി പാലക്കാട് ജില്ലയിലെ CPMൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു. മുൻ ഷൊർണൂർ MLA ആയിരുന്നു അദ്ദേഹം. ഗുരുതരമായ ചില ആക്ഷേപങ്ങളുണ്ടായി. CPM അതിന് വലിയ രാഷ്ട്രീയമായ പഴി കൊടുക്കേണ്ടി വന്നു. ഒരു DYFI അംഗത്തിൻ്റെ പരാതിയാണ് ഉണ്ടാവുന്നത്. ഒടുവിൽ ആ പരാതിയിൽ നടപടികൾ, ഏറെ വിമർശനങ്ങൾക്കൊടുവിൽ ശശിയെ സംരക്ഷിച്ച് നേതൃത്വം നിർത്തി എന്ന വിമർശനങ്ങൾക്കൊടുവിൽ ശശിക്കെതിരെ നടപടിയെടുക്കുന്നു. പാർട്ടിയിൽ നിന്നും തരം താഴ്ത്തപ്പെടുന്നു. അദ്ദേഹം പ്രാഥമിക അംഗത്വത്തിലേക്ക് മാത്രം വരുന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് PK ശശി എന്ന മുൻ MLAക്ക് പാലക്കാട് CPMൽ സംഭവിച്ചത്. നേരത്തെ തന്നെ PK ശശി CPM ബന്ധം ഉപേക്ഷിച്ച് മാറിപ്പോകും എന്ന സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടിയും അതൊരു നീക്കമായി പ്രഖ്യാപിച്ചില്ല. മറിച്ച് അദ്ദേഹത്തിന് ഭരണരംഗത്ത് KTDC ചെയർമാൻ എന്ന ഒരു സുപ്രധാനമായ പദവിയാണ് ലഭിച്ചത്. കാരണം വലിയ അധികാര മേഖലയുള്ള ഒരു കോർപ്പറേഷൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്താണ് അദ്ദേഹത്തെ ഇരുത്തിയത്. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടാണ് മുന്നോട്ട് പോയത് എന്നതുകൂടിയാണ്. അപ്പോൾ ആ മന്ത്രിയും ഒക്കെ ടൂറിസം വകുപ്പുമായൊക്കെ അടുത്ത് പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. അങ്ങനെ ഒരാളാണ് ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. അവിടെ CPMനും ചില പിഴവുകൾ പറ്റി എന്ന് വേണം കരുതാൻ. മുൻകാലങ്ങളിൽ CPM വിട്ടുപോയവരുണ്ട്, തിരികെ വന്നവരുണ്ട്. പക്ഷേ അവരുടെ കാര്യത്തിൽ ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ആശയക്കുഴപ്പം ഇവിടെ PK ശശിയുടെ കാര്യത്തിൽ പ്രകടമായിട്ടുണ്ട് എന്നതാണ്. CPM ജില്ലാ കമ്മിറ്റി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. ഒരു നടപടി പ്രഖ്യാപനം പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല. എന്താണ് ആലോചന എന്നും കൂടി പരിശോധിക്കാം. MS അനീഷ് കുമാർ തുടരുന്നുണ്ട്. അനീഷ്, CPM ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം ചേർന്നെങ്കിൽ കൂടിയും PK ശശി വിഷയം പരാമർശിച്ചിട്ടില്ല. ശശി ഉണ്ടാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ നേതാക്കൾ വിട്ടുപറയാനും തയ്യാറാവുന്നില്ല. വളരെ കരുതലിലാണ്. CPM രക്തസാക്ഷി പരിവേഷം കൊടുക്കേണ്ടതായില്ല, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത്. അതുകൊണ്ട് ആ കാട്ടുന്ന ഒരു ജാഗ്രതയ്ക്ക് പിന്നിലും ഒരു തന്ത്രമുണ്ട്. അങ്ങനെയാണോ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം, ഈ ശശിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്നിരുന്ന ഒരു കാലമുണ്ട്. പ്രതിപക്ഷമൊക്കെ വലിയ സമരങ്ങൾ നടത്തിയിരുന്നു. അല്ലെങ്കിൽ നിരന്തരം സമൂഹ മാധ്യമങ്ങളിൽ PK ശശിയെ
പരിരക്ഷിക്കുന്നു CPM എന്ന് ചൂണ്ടിക്കാട്ടി തന്നെ പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ CPMനെ സമ്മർദ്ദത്തിലാക്കിയിരുന്ന കാലമുണ്ട്. അദ്ദേഹത്തെ അന്ന് പാർട്ടിയിൽ നിന്നും സ്ഥാനമാറ്റം വന്നെങ്കിലും പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ ഏറ്റവും ഉയർന്ന ജില്ലയിലെ പദവിയിലേക്ക് തന്നെയാണ് അദ്ദേഹത്തെ എത്തിച്ചത്. അതിനുശേഷമാണ് വീണ്ടും ഈ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരത്താഴ്ത്തുന്ന ഒരു നിലപാടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും എല്ലാ കാലത്തും CPM പാടെ കൈവിട്ട ഒരാളാണ് PK ശശി എന്ന് പറയാൻ കഴിയില്ല. അതിന് പിന്നിലെ കാരണവും വ്യക്തമാണ്. കാരണം CPM ജില്ലാ ഘടകത്തിൽ വ്യക്തമായൊരു ആധിപത്യം PK ശശിക്കുണ്ടായിരുന്നു. ഒപ്പം പാർട്ടിയുടെ പല ഘടകങ്ങളിലെയും വലിയ സ്വാധീനം മുൻ MLA എന്ന രീതിയിലൊക്കെ ജനങ്ങൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയെ ആ സ്ഥാനത്തേക്ക് നിയോഗിച്ചതിന് പിന്നിൽ പോലും താനാണ്, അല്ലെങ്കിൽ PK ശശിയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ജില്ലാ സെക്രട്ടറി പോലും പറയുന്ന ഇടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയതാണ്. അവിടെ നിന്നാണ് കാര്യങ്ങൾ വീണ്ടും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറുന്നു. പിന്നീട് ഒരുപക്ഷെ താൻ അപ്രസക്തനാണ് എന്ന തോന്നൽ ശശിയിൽ സജീവമാകുന്നു. KTDC ചെയർമാൻ സ്ഥാനം നാടകീയമായി രാജിവെക്കുന്നു. ഇതിനുശേഷം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ചില സൂചനകൾ പുറത്തു വന്നിരുന്നു. വിമതരോടൊപ്പം ചേർന്ന് ശക്തമായ ഒരു പ്രവർത്തനം PK ശശി കാഴ്ചവെക്കും. ഒരുപക്ഷെ UDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനം ഉണ്ടാകും എന്നൊരു വിലയിരുത്തലൊക്കെ ഉണ്ടായി. പക്ഷേ അപ്പോഴൊന്നും പാർട്ടി വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു രീതി ഉണ്ടായില്ല. ഒളിയമ്പുകൾ ചെയ്തുള്ള ശശിയുടെ പ്രതികരണങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ശശിക്ക് പ്രതികരണവുമായി DYFI പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ, അവരുടെ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പാർട്ടിയും ശശിയും തമ്മിൽ കുറച്ച് നാളുകളായി തന്നെ പാലക്കാട് രണ്ട് തട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊക്കെ ഉപരി നിലവിലെ സാഹചര്യത്തെ വിലയിരുത്തേണ്ടത് സൈത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സാഹചര്യമാണ്. ഒരു മാസ് എൻട്രിക്ക് വേണ്ടി പലപ്പോഴും ഇത്തരം നേതാക്കൾ കാത്തിരിക്കും. ഈ അടുത്ത കാലത്ത് തന്നെ CPM വിട്ട് പുറത്തേക്ക് പോയ നേതാക്കൾ ഒരുപാടാണ്. പാർട്ടിയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ് ഐഷ പോറ്റി, മുൻ MLAയുടെ UDF പ്രവേശനം. അവർ തന്നെ നേരത്തെ ഒരു വട്ടം CPM തന്നെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ തനിക്ക് അർഹമായ പരിഗണന നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചെറിയ കലാപക്കൊടി പൊക്കിയിരുന്നു. പക്ഷേ അന്ന് അവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്ന് ധരിച്ചെങ്കിൽ പോലും മാധ്യമങ്ങളടക്കം അവരോട് അടുത്തെത്തി പ്രതികരണം ആരാഞ്ഞപ്പോഴും താൻ അടിയുറച്ച മാർക്സിസ്റ്റാണ്, ഒരു ഘട്ടത്തിലും തനിക്ക് തന്നെ പാർട്ടിയെ തള്ളി പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരുന്നവരാണ്. പക്ഷേ മാസങ്ങൾക്കിപ്പുറം നമ്മൾ നോക്കുമ്പോൾ പാർട്ടിയെ തള്ളിക്കളയാൻ അവർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. S. രാജേന്ദ്രൻ ദീർഘനാൾ ദേവികുളത്ത് MLA ആയിരുന്ന CPM നേതാവായിരുന്നു. അദ്ദേഹത്തോട് പലവട്ടം മാധ്യമപ്രവർത്തകർ മണിയായുള്ള അസ്വാരസ്യത്വമൊക്കെ പലവട്ടം അദ്ദേഹത്തിൻ്റെ മനസ്ഥിതി ചോദിക്കുമ്പോഴും അദ്ദേഹം പറയുന്നത് താൻ എന്തായാലും പാർട്ടി വിട്ടു പോകുന്നില്ല, പാർട്ടി തന്നെയാണ് വിട്ടുപോയത്, പാർട്ടി വിടാൻ തനിക്കാവില്ല, തന്നെ വളർത്തിയത് പാർട്ടിയാണ്, പഠിപ്പിച്ചത് പാർട്ടിയാണ്, സ്ഥാനമാനങ്ങൾ നൽകിയത് പാർട്ടിയാണെന്നൊക്കെ പറയുമ്പോഴും അന്നും അദ്ദേഹം ഒരു സസ്പെൻസ് മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്കും പാർട്ടി വിടില്ല എന്ന് മറുപടി കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം BJPയോടൊപ്പം കൈപിടിച്ച് പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇടത് സഹയാത്രികരായ ആളുകളുടെ അവസ്ഥയൊക്കെ നമ്മൾ കുറച്ച് നാളുകളായി കണ്ടതാണ്. പക്ഷേ ഇതാണ്, അവരൊക്കെ ഒരു കൃത്യമായ എൻട്രി നടത്താനുള്ള ഒരു പോയിന്റിൽ വരുമ്പോൾ മാത്രമാണ് തങ്ങളുടെ മനസ്സ് വിട്ട് പുറത്തേക്ക് വരിക. ഇപ്പോഴും PK ശശി പറയുന്നത് താൻ മാർക്സിസ്റ്റാണ്, ഇടത് ചിന്താധാരയാണ് തൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയുമ്പോഴും കൃത്യമായൊരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹം മറുചേരിയിലേക്ക് പോയേക്കും എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സൂചനകൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതുവരെ പുറത്തേക്ക് പോയ നേതാക്കളുടെ ഒരു പാറ്റേൺ പരിശോധിച്ചാലും അങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 5-ാം തീയതിയിലെ കൺവെൻഷനിൽ ശശി ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ ഇപ്പോഴും കഴിയില്ല. കാരണം ഒരു സംഘടന ഒരു പ്രാഥമിക രൂപം ഉണ്ടാക്കുന്നു, അവരൊരു പുതിയ പാർട്ടി രൂപീകരിക്കാനുള്ള ഒരു തീരുമാനമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. പിന്നീട് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുമ്പോഴായിരിക്കും ശശി ഒരു ഞെട്ടിക്കുന്ന തീരുമാനത്തിലേക്ക് പോവുക. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള തീരുമാനമാവും അത് എന്ന് നമുക്ക് പറയേണ്ടി വരും. സൈത്ത്, ശരി, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, PK ശശി ഒരു സസ്പെൻസ് ഇടുകയാണ്, അത് വ്യക്തത വരേണ്ടതുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാലക്കാട് ചില സുപ്രധാന രാഷ്ട്രീയ നീക്കങ്ങൾ സംഭവിക്കും വരും ദിവസങ്ങളിൽ. അത് UDFന് പ്രതീക്ഷ നൽകുന്ന നീക്കമാണോ, അതല്ലെങ്കിൽ PK ശശി വരുന്ന UDFന് ഗുണം ചെയ്യപ്പെടുമോ, അതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. നമുക്ക് കരുതിയിരിക്കാം ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഇനിയും ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.